അടുത്തത് നമ്മൾ ഡേറ്റ ഫോർമാറ്റ്സ് ആൻഡ് കാറ്റഗറീസ് ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ബാക്ക് എൻഡിൽ നമുക്ക് ആ ഒരു ടേബിളിലെ കോളത്തിൽ കുറെ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇപ്പോൾ ഡാറ്റ ടൈപ്പ് മാറ്റാൻ പറ്റും. മീൻസ് അങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് എൻഡിലും നമുക്ക് അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഫോർമാറ്റ്സും കാറ്റഗറീസും ഒക്കെ മാറ്റാൻ പറ്റും. അപ്പൊ അത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഞാനിപ്പം പ്രൊഡക്റ്റ് കാറ്റഗറി സെയിൽസ് അൺപിവറ്റ് കോൾ എടുക്കാണ്. ആ ഒരു ടേബിൾ എടുക്കാണ്. അതിലിപ്പം ഓക്കെ, നോർത്ത് റീജിയൻ എന്ന് പറയുന്ന ഒരു കോളം ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ കണ്ടോ, കോളം ടൂൾസ് എന്ന് പറയുന്ന ടാബ് ഇവിടെ വന്നു. അതിലെന്താ കുറച്ച് ഫങ്ഷൻസ്, ഫോർമാറ്റ്, സമ്മറൈസേഷൻ, ഡേറ്റ കാറ്റഗറി, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആണ്. ഫോർമാറ്റ് മാറ്റണമെങ്കിൽ എന്താ, നമുക്കിവിടെ മാറ്റി കൊടുക്കാം. പെർസെൻറ്റേജിലാക്കണമെങ്കിൽ ആക്കാം, ഡെസിമൽ നമ്പർ, കറൻസി, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഡെസിമൽ വാല്യൂസ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ എന്താ, ഓക്കെ, ഡെസിമൽ വാല്യൂസും ആഡ് ആയി. ഇനി ഡേറ്റ കാറ്റഗറി, ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് മാറ്റാനൊന്നുമില്ല. ഇപ്പൊ കൺട്രി ഒക്കെയാണ് എടുത്തെങ്കിൽ നമുക്കത് കാറ്റഗറിയിലേക്ക് മാറ്റുമ്പം മാപ്പ് ഒക്കെ ചെയ്യുമ്പോൾ, വിഷ്വലൈസേഷനിൽ മാപ്പ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പൊ കാറ്റഗറി ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. അപ്പം ഇതാണ് എന്താ ഫോർമാറ്റ്സും കാറ്റഗറിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.